മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കാണ് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമായത്. രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ LDF തുടരണമെന്ന് വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നു. രണ്ടാമത് തിരുവല്ലയിൽ മാത്യു ടി തോമസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നുണകളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, VD സതീശൻ അടക്കം നടത്തുന്ന പ്രതിപക്ഷം നടത്തുന്ന നുണപ്രചാരണം വസ്തുതകളെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ തന്നെ കടമെടുത്താൽ വസ്തുതകൾ കൊണ്ട് നേരിടാനാകാത്തപ്പോൾ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ നുണകളെ കരുതിയിരിക്കണം എന്ന് തന്നെയാണ് പാർട്ടി പ്രവർത്തകർക്കടക്കം ജനങ്ങൾക്കടക്കം അദ്ദേഹം ഒരുതരം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. എന്താണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ പരിപാടികൾ, അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ? സിജു, തീർച്ചയായിട്ടും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ് പത്തനംതിട്ട തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് UDFന്റെ നുണകളെപ്പറ്റി സംസാരിച്ചു. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് LDF അധികാരത്തിലെത്തണം, അല്ലെങ്കിൽ LDFന് അധികാര തുടർഭരണം ലഭിച്ചതുകൊണ്ട് സംസ്ഥാനത്തുണ്ടായ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തിയത്. അതിലാദ്യം അതിദാരിദ്ര്യ ലഘൂകരണം, അതിൽ 66,000 കുടുംബത്തിനെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയതും, ലൈഫ് മിഷൻ പദ്ധതി LDF വന്നതുകൊണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് ലഭിച്ചു. അങ്ങനെയെങ്കിൽ 20 ലക്ഷത്തിലധികം ആളുകളാണ് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നത്. 2016 LDF ഈ പദ്ധതി ആരംഭിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പറഞ്ഞത് ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുമെന്നാണ്. അത് LDF വന്നതുകൊണ്ടാണ് 5 ലക്ഷം ആളുകൾക്ക് വീടെത്തിയതിൻ്റെ ഗുണം ലഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ നേട്ടങ്ങൾ, സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷവും വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ LDFന് തുടർഭരണം ലഭിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് വർഗീയ കലാപങ്ങൾ 2016 മുമ്പ് കേരളത്തിലുള്ള നാടാണ്. അത്തരം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില വർഗീയ സംഘടനകൾക്ക് അവരുടെ ശക്തിയുള്ള സ്ഥലം കൂടിയാണ്. എന്നിരുന്നാൽ പോലും വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സർക്കാരും CPM നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വർഗീയ കലാപങ്ങൾ കേരളത്തിലുണ്ടാകുന്നത്. അങ്ങനെ കേരളത്തിൽ LDFിൻ്റെ തുടർഭരണം സൃഷ്ടിച്ച നേട്ടങ്ങൾ കൃത്യമായി വിവരിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഇന്നിനിയും ആറന്മുള, റാന്നി, കോന്നി എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ തുടർന്നുള്ള പ്രചരണ പരിപാടികൾ നടക്കുക. സിജു.